വർഷങ്ങൾക്ക് ശേഷം ഷൊർണൂർ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ഈ മാസം 26 മുതൽ ബസ്സുകൾ കയറും. ബസ് ഓണേഴ്സ് അസോസിയേഷൻ, പോലീസ്, RTO, നഗരസഭ എന്നിവരുമായി ചേർന്ന് നടത്തിയ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. വൺ വേ സംവിധാനം വഴിയാണ് പുതിയ നിയന്ത്രണം. ഷൊർണൂരിൽ നിന്നും പാലക്കാട് പട്ടാമ്പി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കയറി വേണം യാത്ര തുടരാൻ. എന്നാൽ ഒറ്റപ്പാലത്ത് നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾക്ക് കുളപ്പള്ളി സ്റ്റാൻഡിൽ കയറേണ്ടതില്ല. ഷൊർണൂർ സ്റ്റാൻഡിൽ കയറിയാൽ മതിയാവും. ഷൊർണൂരിലേക്ക് വരാത്ത എല്ലാ ബസ്സുകളും കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കയറി വേണം യാത്ര തുടരാൻ. വൺ വേ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗത്തുള്ള അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുളപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുന്നതിന് വേണ്ടി ചില നിർദ്ദേശങ്ങൾ ആലോചിച്ചു. അതിൽ പ്രധാനമായിട്ടും ഒരു വൺ വേ സംവിധാനത്തിലൂടെ ഷൊർണൂരിൽ നിന്ന് പട്ടാമ്പിക്കും പാലക്കാട്ടേക്കും പോകുന്ന എല്ലാ ബസ്സുകളും കുളപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്ക് കയറി വേണം പോകാൻ. മറ്റൊരു തീരുമാനമെടുത്തത്, ഒറ്റപ്പാലത്ത് നിന്ന് വരുന്ന സമയത്ത് തൃശ്ശൂർക്കുള്ള ബസ്സുകൾ കുളപ്പള്ളി സ്റ്റാൻഡിലേക്ക് കയറേണ്ടതില്ല. അവർക്ക് നേരെ ഷൊർണൂർ സ്റ്റാൻഡിൽ വന്ന് പോകാവുന്ന നിലയിൽ ട്രാഫിക് നിയന്ത്രിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു. അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബസ് ഓണേഴ്സിന്റെയും അതുപോലെ തന്നെ പോലീസ്, RTO എന്നീ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ചേർന്നുകൊണ്ട് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എടുത്ത തീരുമാനം അത് അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ ബസ്സുകാരുടെ ചില നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ബസ് തിരിയുന്നിടത്തുള്ള പാർക്കിംഗ് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി അവർ മുന്നോട്ട് വെച്ചു. അത് ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് അത് മാറ്റാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ടാണ് ബസ്സുകൾ സ്റ്റാൻഡിൽ കയറ്റാൻ തീരുമാനിച്ചത്. 2005-ൽ MR മുരളി നഗരസഭാ അധ്യക്ഷനായ സമയത്താണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയായത്. തുടർന്ന് കഴിഞ്ഞ മാസങ്ങളിൽ നഗരസഭാ ബസ് സ്റ്റാൻഡ് നവീകരിച്ചിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.